നോയമ്പ് കാലത്ത് നമ്മൾ കൂടുതലും വർജനം ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. ഉപവാസം എന്ന് പറയുന്നത് പോലും വർജനം, കർത്താവിൻ്റെ കൂടെ വസിക്കുന്നത്. അതിനൊപ്പം തന്നെ ചില കാര്യങ്ങൾ നമ്മൾ വർജിക്കുന്ന അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഉപവാസം. സഭയെ വിശ്വസിച്ചിരിക്കുന്നതായ നോയമ്പ് കാലത്ത് വർജനത്തിലൂടെയാണ് നാം നോയമ്പ് ആചരിക്കുന്നത്. വർജനം ഭക്ഷണ ക്രമീകരണത്തിന് മാത്രമല്ല, പിന്നെയോ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ പോലും ഈ വർജനം നമുക്ക് ലക്ഷണം ആകാനായിട്ട് സാധിക്കും. അതിൻ്റെ വലിയ ഉദാഹരണമാണ് യോനയുടെ പുസ്തകത്തിൽ നിനവ ദേശക്കാരുടെ അനുതാപം. നാം വായിക്കുന്നുണ്ട്, അനുതാപത്തിന്റെ ഭാഗമായി നിനവ ദേശക്കാർ, രാജാവ്, അവിടുത്തെ ആളുകൾ എല്ലാവരും തന്നെ അനുതാപത്തിന്റെ ഭാഗമായി ചാക്ക് വസ്ത്രം ധരിച്ച് ചാരത്തിൽ ഇരുന്നതായിട്ട് പറയുന്നു. ഇത് ചില വസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ചില വർജനമാണ്. രാജാവ് തന്റെ രാജകീയ വസ്ത്രം ഉപേക്ഷിച്ച് ചാക്ക് വസ്ത്രം ധരിച്ചതായിട്ട് നാം വായിക്കുന്നു. പ്രാചീന സന്യാസത്തിൽ ചാക്ക് വസ്ത്രത്തിന് വളരെയേറെ പ്രാധാന്യം. സന്യാസിമാരൊക്കെയും അനുതാപ യുദ്ധത്തിന്റെ ഭാഗമായി അവര് ചാക്ക് വസ്ത്രം ധരിച്ചു. ചാക്ക് നമുക്ക് സുഖം കുറയ്ക്കുന്ന വസ്ത്രമാണ്, മാത്രമല്ല നമ്മളേറെ ഭാരം നൽകുന്ന വസ്ത്രമാണ്. അപ്പോൾ അനുതാപത്തിലൂടെ ഒരു വ്യക്തി തൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഈ ചാക്ക് ധരിക്കുന്നതായിട്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട്, ചാരത്തിൽ ഇരിക്കുന്നു. നോയമ്പ് ആരംഭിക്കുന്നത് പോലും നെറ്റിയിൽ ചാരം കൊണ്ട് കുരിശ് വരയ്ക്കുന്നതിലൂടെയാണ്. ചാരം അനുതാപ ലക്ഷണമാണെന്ന് ആദ്യകാല സന്യാസ രചനകളിലും വേദോസ്ത അടിസ്ഥാനത്തിൽ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. ചാരത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ദേഹവും വസ്ത്രവും എല്ലാം നിറവ്യത്യാസമുണ്ടാവും. ചാരം നിറമുണ്ടാവും. ചാരത്തിന് നിറമില്ല, നിറമില്ലാത്തതാണ് ചാരം. അതുകൊണ്ട് തന്നെയാണ് ദീർഘകാലത്ത് നാം സദാ ചാരത്തിൽ ഇരിക്കുന്നതിന് പകരം നിറം ഇല്ലാത്ത വസ്ത്രമായിരിക്കുന്നതായ കറുത്ത വസ്ത്രം ധരിക്കുന്ന ഒരു പാരമ്പര്യം സുറിയാനി സന്യാസ കാലഘട്ടം മുതലുണ്ട്. അത് ഇന്ന് വരെയും നമ്മൾ അത് പാലിച്ചു വരുന്നു. ചാരത്തിൽ ഇരിക്കുന്നതിന്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്നത്. സുറിയാനി സന്യാസ പിതാവായിരുന്ന മാർ അപ്രേമിനെ കുറിച്ച് നാം വായിക്കുന്നത്, അദ്ദേഹം നിരന്തരം കറുത്ത കുപ്പായത്തിലായിരുന്നു, കറുത്ത വസ്ത്രത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചത്. മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം സദാസമയം അനുതാപത്തിലായിരുന്നു. കറുത്ത വസ്ത്രം ധരിച്ച് അനുതാപ ഹൃദയത്തോടു കൂടിയാണ് മാറപ്പുറയിൽ ജീവിച്ചത്. തന്റെ മരണം വരെയും തന്റെ വസ്ത്രം കറുപ്പല്ലാതെ വേറൊന്നും ധരിച്ചത്. അപ്പോൾ അനുതാപത്തിന്റെ ഭാഗമായി നിനവേക്കാർ ചാക്ക് വസ്ത്രം ധരിക്കുകയും അവര് ചാർത്തിരിക്കുകയും ചെയ്യുന്ന എന്ന് പറയുമ്പോൾ വസ്ത്രത്തിന് പോലും ചില അനുതാപ കഥകൾ നമ്മളോട് പറയാനുണ്ട്. നിനവേയിലെ പിതാവായിരുന്ന ഐസക് ഓഫ് നിനേവ തന്റെ രചനകളിൽ ഈ അനുതാപത്തെക്കുറിച്ച് ധാരാളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നാട്ടിൽ നിന്നുമാണ് ഈ പിതാവ് ജനനം കൊണ്ടതും പിന്നീട് സുറിയാനി സഭയുടെ ആത്മീയ ഗുരുവായി വളർന്നു വന്നത്. ഈ നോയമ്പുകാലം നാം ജീവിക്കുമ്പോൾ നമ്മുടെയും ചില വസ്ത്രധാരണത്തിലൂടെ ചില വർജനത്തിന്റെ ലക്ഷണങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാനും അത് നമ്മുടെ ആന്തരികമായി രൂപാന്തരപ്പെടുത്താൻ സഹായിക്കുമാറാകട്ടെ. അതിന് തുറന്നുള്ള നോയമ്പ് ദിനങ്ങൾ നമ്മളെ ആ സഞ്ചാരത്തിലേക്ക് നയിക്കും.